ഹലോ എവ്രിവൺ, ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള പ്ലീറ്റഡ് വീനക് കോളർ കുർത്തിയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. പ്ലീറ്റ്സ് ഇല്ലാതെ വീനക് കോളർ കുർത്തി ചെയ്യുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോക്ക് അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കണേ. ഈ ഒരു മോഡൽ ചെയ്യാൻ വേണ്ടി നമുക്ക് 3 മീറ്റർ ഫാബ്രിക് ആണ് ആവശ്യമുള്ളത്. എൻ്റെ കയ്യിൽ 2.5 മീറ്റർ ഫാബ്രിക് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ എക്സ്ട്രാ പീസ് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇത് 44 ഇഞ്ചസ് വിഡ്ത്ത് വരുന്ന മെറ്റീരിയലാണ്. ഞാൻ മെറ്റീരിയൽ ഫസ്റ്റ് വീതിയിൽ പകുതിയാക്കി മടക്കി അതിനുശേഷം നീളത്തിൽ ഒന്നുകൂടി മടക്കി വെച്ചിട്ടുണ്ട്. തയ്യൽത്തും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ 46 ഇഞ്ചസിലാണ് കുർത്തിയുടെ ലെങ്ത് എടുത്തിട്ടുള്ളത്. സ്ലീവ് അട്ടയാൻ വേണ്ടി എനിക്ക് ഇത്രയും മെറ്റീരിയൽ മാത്രമേ ബാക്കി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഞാൻ ലാസ്റ്റ് സൈഡിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ സ്ലീവ് അട്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് മെറ്റീരിയലിനെ നടുവിലൂടെ കട്ട് ചെയ്തിട്ട് ബാക്ക് പീസും ഫ്രണ്ട് പീസും സെപ്പറേറ്റ് ആക്കി മാറ്റാം. ഇപ്പോൾ ഞാൻ ഫ്രണ്ട് പീസാണ് എടുത്തിട്ടുള്ളത്. ബാക്ക് പീസ് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ മടക്കി വരുന്ന ഭാഗത്ത് ഞാൻ 4 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പ്ലീറ്റ്സിന് വേണ്ടിയിട്ടാണ് 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. താഴെ വരെ 4 ഇഞ്ചിൽ മാർക്ക് ചെയ്തതിനു ശേഷം ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുകയാണ്. നാലിഞ്ചിൽ മാർക്ക് ചെയ്ത ഭാഗം ഇതുപോലെ മടക്കിയിട്ട് ഉള്ളിലേക്ക് ആക്കിയിട്ട് പിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിന് മുകളിലായിട്ടാണ് ബാക്ക് പീസ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഞാൻ അളവുകൾ മാർക്ക് ചെയ്യാണ്. ഷോൾഡർ 7.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. കോളർ നെക്ക് ആയതുകൊണ്ട് ഷോൾഡർ സ്ലോപ്പ് ആയിട്ട് നമുക്ക് 1 ഇഞ്ച് വരെ കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 3/4 ഇഞ്ചിൽ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ സാധാരണ മാർക്ക് ചെയ്യുന്നതിനേക്കാൾ ഒരു 1/2 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്യാം. കാരണം കോളർ നെക്ക് ആയതുകൊണ്ട് നെക്ക് ക്ലോസ് ആയിട്ടിരിക്കും. അപ്പം ഞാൻ 3 ഇഞ്ചാണ് സാധാരണ മാർക്ക് ചെയ്യാറുള്ളത്. ഞാൻ ഇവിടെ 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്കിന്റെ മാർക്കിങ്ങിൽ നിന്നും ഷോൾഡർ സ്ലോപ്പിലേക്ക് ജോയിൻ ചെയ്ത് കൊടുത്തു. ഈ സ്ലോപ്പിന്റെ ഇവിടെ നിന്ന് താഴത്തേക്കാണ് ആംഹോൾ ലെങ്ത് മാർക്ക് ചെയ്യേണ്ടത്. 7.5 ഇഞ്ചസ് ആണ് ആംഹോൾ ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. ചെസ്റ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ചെസ്റ്റിന്റെ മെഷർമെന്റ് മാർക്ക് ചെയ്യാം. ഞാൻ 10 ഇഞ്ചസ് ആണ് ചെസ്റ്റിന്റെ മെഷർമെന്റ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് 1.5 ഇഞ്ച് തയ്യൽത്തും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തു. ആംഹോൾ കർവായിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ആംഹോൾ ഷേപ്പ് ചെയ്ത് വച്ചിട്ടുണ്ട്. വേസ്റ്റിന്റെ ലെങ്ത് 15 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തത്. വേസ്റ്റിന്റെ വിഡ്ത്ത് ആയിട്ട് 9 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് 1.5 ഇഞ്ച് തയ്യൽത്തും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി വേസ്റ്റിന്റെയും ചെസ്റ്റിന്റെയും മാർക്കിങ്ങൾ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. താവിന്റെ വിഡ്ത്ത് നിങ്ങൾക്ക് മെറ്റീരിയലിന്റെ വിഡ്ത്ത് ഫുൾ ആയിട്ട് എടുക്കാം. ഞാൻ ഇവിടെ സ്ലീവിന് മെറ്റീരിയൽ തികയാത്തതുകൊണ്ട് താവിന്റെ വിഡ്ത്ത് കുറച്ചിട്ട് 18 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. വേസ്റ്റിന്റെ മാർക്കിങ്ങിൽ നിന്നും താവിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. താവിന്റെ ഇവിടെ 3 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്തതിനു ശേഷം 4 ഇഞ്ചിൽ മടക്കി വെച്ച പാർട്ട് ഇതുപോലെ നിവർത്തി കൊടുത്തിട്ടുണ്ട്. ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. നെക്ക് വിഡ്ത്ത് 3.5 ഇഞ്ചായിരുന്നു മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്കിന്റെ ലെങ്ത് ആയിട്ട് 1/2 ഇഞ്ചിലാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ 1 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. ഇതെന്നോട് മിസ്റ്റേക്ക് പറ്റിയതാണ്. നിങ്ങൾ 1/2 ഇഞ്ചിൽ തന്നെ മാർക്ക് ചെയ്യണം. അതിനുശേഷം നെക്ക് കട്ട് ചെയ്ത് മാറ്റാം. ബാക്ക് പീസ് മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ടിൽ മാർക്ക് ചെയ്യാം. ഫസ്റ്റ് ഫ്രണ്ട് നെക്കാണ് മാർക്ക് ചെയ്യുന്നത്. 4 ഇഞ്ച് മാർക്ക് ചെയ്ത ലൈന് വിട്ടാണ് കേട്ടോ നെക്കിന്റെ വിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി 4 ഇഞ്ച് മാർക്ക് ചെയ്ത ലൈനില് ലെങ്ത് ആയിട്ട് ഞാൻ 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാണ്. എന്നിട്ട് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഈ ലൈനിൽ നിന്നും ഇങ്ങോട്ടേക്ക് കോളറിന്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ 1.25 ഇഞ്ചാണ് കോളറിന്റെ വിഡ്ത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് 1.5 ഇഞ്ച് വരെ കൊടുക്കാം. എന്നിട്ട് നെക്കിന്റെ മാർക്കിങ്ങിൽ നിന്നും 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത ഇവിടത്തേക്ക് ഇതുപോലെ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാണ്. ഫ്രണ്ട് ആം ഹോള് കുഴിച്ച് മാർക്ക് ചെയ്തതിനു ശേഷം കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്തതിനു ശേഷം ഫ്രണ്ട് പീസ് ഇതുപോലെ നിവർത്തിയിട്ടിട്ടുണ്ട്. ഇനി ഫ്രണ്ടില് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. അതിനു മുമ്പ് ഈ 2 സൈഡിലും 1/2 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ 1/2 ഇഞ്ച് വിട്ടിട്ടാണ് കേട്ടോ പ്ലീറ്റ്സ് ഇടേണ്ടത്. അങ്ങനെ ഞാൻ പ്ലീറ്റ്സ് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. പ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ 2.5 ഇഞ്ചിലാണ് എനിക്ക് വിഡ്ത്ത് വേണ്ടത്. കാരണം ഞാൻ 1.25 ഇഞ്ചാണ് കോളറിന്റെ വിഡ്ത്ത് എടുത്തിട്ടുള്ളത്. അതിന്റെ ഇരട്ടി 2.5 ഇഞ്ചാണ് പ്ലീറ്റ്സ് ഇട്ടതിന് ശേഷം എനിക്ക് വിഡ്ത്ത് ആയിട്ട് വേണ്ടത്. നിങ്ങൾ 1.5 ഇഞ്ചിലാണ് കോളറിന് വിഡ്ത്ത് എടുത്തിട്ടുള്ളതെങ്കിൽ 3 ഇഞ്ചിലാണ് കേട്ടോ നിങ്ങൾക്ക് വിഡ്ത്ത് വേണ്ടത്. ഇപ്പൊ ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കോളറിന് വേണ്ടിയിട്ട് അളവെടുക്കാം. അളവെടുക്കുമ്പോൾ ഇതുപോലെ ഒരു 2 ഇഞ്ചിലെങ്കിലും താഴ്ത്തി വെച്ചിട്ടാണ് കേട്ടോ അളവെടുക്കേണ്ടത്. പിന്നെ സാധാരണ കോളർ പോലെ കറക്റ്റ് മെഷർമെന്റ് ഈ ഒരു കോളറിന് എടുക്കണമെന്നില്ല. കാരണം കുറച്ച് കൂടുതലായാലും നമ്മൾ ലാസ്റ്റ് ഇത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അങ്ങനെ 37 ഇഞ്ചസിലാണ് എനിക്ക് കോളറിന്റെ ലെങ്ത് കിട്ടിയിട്ടുള്ളത്. കോളർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ക്യാൻവാസ് പേപ്പർ ആണ് ഫസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്.
1.25 വിഡ്ത്തിലും 37 ഇഞ്ച് ലെങ്ത്തിലാണ് ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ക്യാൻവാസ് ഞാൻ മെറ്റീരിയൽ ഇതുപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അയൺ ചെയ്യുമ്പോൾ മുകളിൽ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ടാണ് കേട്ടോ അയൺ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ നേരെ പകുതിയാക്കി മടക്കിയതിന് ശേഷം എക്സ്ട്രാ മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കോളറിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ലേസ് എടുത്തിട്ടുണ്ട്. ഇനി കോളറിന്റെ ക്യാൻവാസ് വരുന്ന ഭാഗത്തിന്റെ തൊട്ടരികിലൂടെ ക്യാൻവാസിൽ തട്ടാതെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലേസ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് കോളറിൽ സ്റ്റിച്ച് കയറി പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ലൈനിൽ ഇതുപോലെ ഇങ്ങനെ ലേസ് വെച്ചിട്ട് ആ ലൈനിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലേസിന്റെ ഡിസൈൻ കോളറിന്റെ ഫോൾഡ് വരുന്ന ഭാഗത്തേക്ക് വരുന്ന വിധത്തിലാണ് കേട്ടോ ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇനി ഞാൻ വേറൊരു പീസ് ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നെക്കിന്റെ പ്ലീറ്റ്സ് വരുന്ന ഭാഗത്ത് ഉൾവശത്ത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ നെക്കിന്റെ ഷേപ്പ് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാണ്. എന്നിട്ട് ഈ മാർക്കിങ്ങിന്റെ പുറത്തേക്ക് 1 ഇഞ്ചിൽ തയ്യൽ തുമ്പ് വെച്ചതിന് ശേഷം ഇത് കട്ട് ചെയ്ത് മാറ്റാം. പ്ലീറ്റ്സിന്റെ അടിയിൽ വെച്ചിട്ട് അയൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പീസ് എടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ പ്ലീറ്റ്സിന് കുറച്ചുകൂടി ഒരു പെർഫെക്ഷൻ കിട്ടും. നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ഇത് കുർത്തിയുടെ റോങ് സൈഡ് ആണ്. റോങ് സൈഡിൽ വെച്ചിട്ടാണ് ക്യാൻവാസ് അയൺ ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ക്യാൻവാസ് അയൺ ചെയ്തെടുത്തു. ഇനി ഇവിടെ 2 കോണിലായിട്ട് ഇങ്ങനെ ചെരിച്ചിട്ട് 1/2 ഇഞ്ച് വിഡ്ത്തിൽ 2 കട്ട് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ലേസ് അറ്റാച്ച് ചെയ്ത ഭാഗം കുർത്തിയുടെ നല്ല വശത്തോട് ചേർത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. കോളർ ഇതുപോലെ കുറച്ച് താഴ്ത്തി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഓപ്പൺ കൊടുത്ത ഭാഗത്തിന്റെ ഓപ്പൺ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 1/2 ഇഞ്ച് വിഡ്ത്തിൽ നെക്കിന് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് എൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കട്ട് കൊടുക്കുക അവിടെ എത്തുമ്പോഴാണ് സ്റ്റിച്ച് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇനി കോളറിന്റെ ഭാഗം ഇതുപോലെ ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം. ഉള്ളിലേക്ക് മടക്കുന്ന സമയത്ത് പ്ലീറ്റ്സിന്റെ സൈഡും ഓട്ടോമാറ്റിക്കലി ഉള്ളിലേക്ക് ആയിട്ടുണ്ടാവും. അപ്പം അതും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കണം. ഇനി കോളർ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ തയ്യൽ തുമ്പ് കോളറിന്റെ സൈഡിൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി കോളറിന്റെ നെക്ക് നമുക്ക് എത്രയാണ് ആവശ്യമുള്ളത് അതനുസരിച്ചിട്ട് ക്ലോസ് ചെയ്തെടുക്കാം. അപ്പൊ നിങ്ങളൊരു മിനിമം 7 ഇഞ്ച് കൊടുത്താൽ മാത്രമേ നിങ്ങൾ തല കറക്റ്റ് ചെയ്താൻ പറ്റുള്ളൂ. അപ്പൊ ഷോൾഡറിൽ നിന്ന് ഞാൻ 7 ഇഞ്ചസ് 2 സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കാണ്. ഞാനൊരു പീസ് ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. അത് മെറ്റീരിയലിന്റെ ഉൾവശത്ത് വെച്ചിട്ട് അയൺ ചെയ്തെടുത്തിട്ട് വരാം. ക്യാൻവാസ് അയൺ ചെയ്തെടുത്തു. ഇനി ഈ ഒരു പീസ് വെച്ചിട്ടാണ് നെക്ക് ക്ലോസ് ചെയ്യുന്നത്. അപ്പൊ നെക്കിന്റെ അടിയിലായിട്ട് ഈ ഒരു പീസ് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്കിന്റെ ലെങ്ത് 7 ഇഞ്ചസ് മാർക്ക് ചെയ്തിരുന്നു. അവിടെ വരെ വെച്ചിട്ടാണ് കേട്ടോ ക്ലോസ് ചെയ്യുന്നത്. ഈ ഒരു പീസ് ഈ കോളറിന്റെ 2 സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി കുർത്തിയുടെ ഉൾവശത്തൂടെ എക്സ്ട്രാ വരുന്ന മെറ്റീരിയൽസ് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ പ്ലീറ്റഡ് വി കോളർ കുർത്തി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാൻ ഒരുപാട് സ്റ്റിച്ചിങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കണേ.